ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് കൊച്ചിയിലോട്ട് പോണേണ്. ചേച്ചിയുടെ വീട്ടിലോട്ട് ഒന്ന് കയറണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഫോർട്ട് കൊച്ചി പോയിട്ട് അവിടുത്തെ ട്രീയുടെ ഒക്കെ ഒന്ന് കാണണം. ചേട്ടനും സ്വാതി ചേച്ചിയും വൈപ്പിൽ ബ്ലോക്ക് കിട്ടി. ഞങ്ങൾ ഒരു അരമണിക്കൂറോളം അവിടെ ബ്ലോക്കിൽ കിടന്നിട്ട് ഇപ്പം ഞങ്ങൾ വെള്ളം തിന്നാൻ വേണ്ടി പോണേണ്. എനിക്ക് വിശക്കുണ്ട്. എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നടക്കുന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാത്തിരിക്കുന്നതിന് ഇപ്പം കയറാമെന്ന് വിചാരിച്ചിട്ട് എവിടെ നിന്ന് ഈ കാണുന്ന ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള ക്യൂവിൽ പോലും ഞങ്ങളുടെ കാർ എത്തിയിട്ടില്ല. ഞങ്ങളവിടെ കുറേ നേരം കാഴ്ചകൾ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് നീണ്ട 2 മണിക്കൂർ ആ ഒരു ക്യൂവിൽ കിടന്നതിന് ശേഷം ഞങ്ങളത് ജങ്കാറിൽ കയറിയിട്ട് ക്യൂ കിടന്ന നേരം കൊണ്ട് നമുക്ക് തോപ്പുംപടി വഴി ചെല്ലാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പം കയറുമെന്ന് വിചാരിച്ച് നിന്ന് കയറിയില്ല. അതാണ് പറ്റിപ്പോയത്. ജങ്കാറിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇപ്പുറം വശം അത് എന്ത് തിരക്കായിരുന്നു. ശനി ഞായറൊക്കെ എനിക്ക് തോന്നണേ കൊച്ചിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും തോന്നുന്നു. കാറിന് വന്നവർ പിന്നെ നോക്കണ്ട, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇപ്പുറത്തെ കരയിൽ എത്തത്തുള്ളൂ. ബൈക്കുകാർക്ക് പിന്നെയും കുത്തിക്കയറി പോകാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ പോണത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ ആ റോട്ടിലുള്ള ആ ഒരു റോഡ് സൈഡിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ, ചേച്ചീൻ്റെ അമ്മ, ചേച്ചി, അച്ഛൻ പുറത്താണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അളിയനെയും ഈയനെയും കൂട്ടിയിട്ട് വെളി ഗ്രൗണ്ടിലോട്ട് പോണേന്. ഞങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് എല്ലാ ലൈറ്റും ഒഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ലൈറ്റുകളും എന്തൊക്കെയോ പരിപാടികളൊക്കെയും അവിടെ ഉണ്ടായിരുന്നു. ഒരു ലൈറ്റും കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊക്കെ മാറിയായിരുന്നു കേട്ടോ. കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടായിരുന്നു. ഇവിടെ എന്തോ പരിപാടി നടപ്പണ്ടേ അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് പരിപാടി എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ലൈറ്റുകളും പിന്നെ അവിടെ ഒരു സ്ക്രീനിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ റാംബോക്കെ എന്തോ നടന്നിട്ടുണ്ടെന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിലെ പരിപാടി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ പാട്ട് വെച്ച് ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇവിടേക്ക് ഇരുന്ന് ശ്രമിക്കുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ എന്തോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നേക്കുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെയും പാട്ടൊക്കെ വെച്ച് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ട്രീയും അതുപോലെ പുൽക്കൂടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു തെയ്യം ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് ആ തെയ്യം. ഇപ്പുറത്തെ സൈഡിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തില്ല, ഞാനിവിടെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് നിൽക്കണമായിരുന്നു. നമ്മൾ ഈ തെയ്യത്തിൻ്റെ അടുത്തെത്തിയിട്ട് അടുത്തെത്തി നിന്ന് നോക്കുമ്പോഴും അതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത്രയും അടിപൊളിയായിട്ട് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന അടിപൊളിയായിട്ടാണ് കേട്ടോ ആ ഒരു രൂപം അവിടെ സെറ്റ് ചെയ്ത് പണിത് വെച്ചേക്കുന്നത്. ഇവിടെ വലിയ ഗ്രൗണ്ടായിരുന്നു കേട്ടോ, മൊത്തം ലൈറ്റിട്ടേക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അവിടെ ഓരോ പാട്ടുകളൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നിൽക്കണേണ്. കുറേ പേര് അവിടെ വന്നിരിപ്പുണ്ട് ആ ഗ്രൗണ്ടിൻ്റെ അങ്ങാടൊക്കെ ആയിട്ട്. ഞങ്ങൾ ആ സൈഡിലോട്ട് പോയില്ല, ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. തുമ്പീനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. ഞാൻ തുമ്പീനൊന്നും കണ്ടിട്ടില്ല. കുറേ ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും തുമ്പീനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ചേച്ചിനെയും അളിയനെയും അവരവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണമായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒന്നാമത്തെ ബ്ലോക്കിൽ കിടന്ന് ഞങ്ങൾ വൈകിട്ട് ചായ പോലും കുടിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരെ ജോലി സ്ഥലത്തു നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിശന്നിരിക്കണതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്തി പാലസിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. അവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചേക്കാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ ഓർഡർ കൊടുത്തിട്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അക്കോറിയാണ് ഈ മീൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാം മന്തി ആയിരുന്നു, പെരി അൽഫാം മന്തി ആയിരുന്നു. അങ്ങനെ മന്തി കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട് 11 മണി കഴിഞ്ഞതുകൊണ്ട് ജങ്കാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തോപ്പുംപടി വഴിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ.